മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭവിത ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. തൻ്റെ കാമുകൻ തന്നെ ഇത്രത്തോളം ചതിക്കുമെന്നും എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഇട്ടേച്ച് പോകുമെന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അവനെ ഞാൻ കൊന്നുകളയുമെന്ന് വരെ തീരുമാനിക്കുകയാണ്. ബബിത ആകെ സ്വയം നശിച്ചവളെ പോലെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എല്ലാ അർത്ഥത്തിലും അവരൊരു മുറിയിൽ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്താകുമെന്നുള്ളൊരു ഭയം ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ കൃഷ്ണമോളും ബാലചന്ദ്രനും സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ബബിക്ക് എന്ത് പറ്റി? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാണ്, ആകെ റൂമിൽ നിന്നൊന്നും പുറത്തേക്ക് വരുന്നില്ലല്ലോ, ഒരു ഉഷാറും ഇല്ലല്ലോ, ആരോടും സംസാരിക്കുന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ അച്ഛൻ, ഞാനും ശ്രദ്ധിച്ചു, അതേപ്പറ്റി ഞാൻ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ചേച്ചി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ചുമരം നോക്കി ചില സമയത്ത് ഒറ്റ ഇരിപ്പാണ്, എന്താ പറ്റിയത് എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന മോള് വിളിക്കാറില്ല, അവളെ സംസാരിക്കാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, അലീന ചേച്ചിയെ വിളിച്ചിരുന്നു, പിന്നീട് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ഞാൻ ഇതേക്കുറിച്ച് ചേച്ചിയോട് ഒന്ന് സംസാരിക്കണമെന്ന് കരുതി നിൽക്കുകയാണ്. എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാലല്ലേ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും നീ ചോദിക്കുന്ന സമയത്ത് രോഹിത്തിനെയും കൂട്ടിക്കോ, നിങ്ങളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് പരിഹരിക്കാമല്ലോ, പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതേ അച്ഛാ, ഞാനതെന്നെ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയും രോഹിത്തിനോട് ബബിതയുടെ മാറ്റത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് രോഹിത്തും പറയുന്നുണ്ട്, ഞാനും ബബിതയുടെ കാര്യം ശ്രദ്ധിച്ചായിരുന്നു, എന്താ പറ്റിയത് എന്നുള്ളത് നമ്മളോട് പറയണ്ടേ, അവൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഫേസാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രോഹിത്തും കൃഷ്ണമോളും ബബിതയുടെ മുറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് മുറിയിൻ്റെ വാതിൽ തട്ടി വിളിച്ചിട്ടും അവൾ തുറക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ ശക്തിയായിട്ട് വാതിലിന് തട്ടുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞ ശേഷം ബബിത റൂം തുറക്കുകയുമാണ്. ആ സമയത്ത് ആ മുറി തുറന്നപ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം എല്ലാം വാരി വലിച്ചിട്ടിട്ട് തലയണ വരെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ബബിത ഭ്രാന്തത്തിയെ പോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനിടയായത്. അപ്പോൾ ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ ബബി, എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുന്നത്? എന്തായാലും ഞങ്ങളോട് പറ, എന്താ പ്രശ്നം? കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്തായാലും ഞങ്ങളോട് തുറന്ന് പറ, നമുക്ക് പരിഹരിക്കാമല്ലോ, എന്ത് പ്രശ്നമായാലും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇരിക്കണം, നിങ്ങൾ പൊക്കോ, ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വാതിൽ അടയ്ക്കുകയാണ്. പക്ഷെ ആ വാതിൽ അടയ്ക്കൽ അത്ര പന്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രോഹിത് അവളെ വാതിൽ കുറ്റിയിടാൻ സമ്മതിക്കാതെ വാതിൽ ശക്തിയായിട്ട് തള്ളി തുറക്കുകയാണ്. അങ്ങനെ പിന്നീട് മുറിയിലൊന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവൾ എന്തോ എഴുതി വെച്ചിരിക്കുന്ന കാഴ്ച കാണുന്നത്. അങ്ങനെ അതെടുത്ത് നോക്കുന്ന സമയത്ത് ആത്മഹത്യാക്കുറിപ്പ് പോലെയുള്ള ഒരു കുറിപ്പാണ് അവന് കാണാനിടയായത്. അപ്പോൾ ആ സമയത്ത് ബബിത എന്തായി ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടാവുകയാണ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കുകയല്ലേ ചെയ്യാറുള്ളതല്ലാതെ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുവാണോ വേണ്ടത്? നീ അച്ഛനെ കുറിച്ച് ആലോചിച്ചോ? അമ്മയുടേത് പോട്ടെ, അച്ഛന് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്, അത് നിനക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് ചൂടാവുകയാണ്.